ഒരു മനുഷ്യൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് ലോക ആരോഗ്യ സംഘടനയുടെ നിർവചന പ്രകാരം ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള ആരോഗ്യമാണ്. ശരീരത്തിൻ്റെ ആരോഗ്യം പ്രധാനമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. മനസ്സിൻ്റെ ആരോഗ്യം പ്രധാനമാണ്, അതുപോലെ തന്നെ സാമൂഹിക ആരോഗ്യവും പ്രധാനമാണ്. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണത ക്യാമ്പസുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പായി, പ്രണയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് പിന്നീട് സാധാരണ ക്യാമ്പസിൽ പറയുന്ന വാക്കിന് തന്നെ തോന്നുന്നല്ലേ, തേച്ച് പോകുന്നതല്ലോ പറയാം, തേച്ച് പോകുമ്പോഴേക്ക് ജീവിതം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എനിക്കൊരു ജീവിതമില്ല, ഇതിലപ്പുറം എനിക്ക് ഒന്നുമില്ല, അവൾ പോയതോടുകൂടി അല്ലെങ്കിൽ അവൻ പോയതോടുകൂടി എനിക്ക് ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരില്ല എന്ന് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അതിലേക്ക് അറിയാതെ വീണുപോയി ആ ഒരു അവസ്ഥയിലേക്ക് ചെന്നുപോയി വിഷാദരോഗത്തിലേക്കും അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണതയിലേക്കൊക്കെ പോകുന്ന ഒരു കാലത്ത് ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നമുക്ക് എങ്ങനെയാണ് ഇതിനെയൊക്കെ മറികടക്കുക? അതിന് മറികടക്കണം അല്ലെങ്കിൽ നേരിടണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മുടെ ഈ ഒരു സമയത്ത്, നമ്മുടെ കൗമാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥി കാലത്ത് നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിനും നമ്മുടെ ചുറ്റുപാടുകൾക്കും വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും അതിനെ മറികടക്കാനുള്ള വ്യത്യസ്ത ടൂളുകൾ നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ ആ ടൂളുകൾ വെച്ചിട്ടായിരിക്കണം ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ലൈഫിലേക്കൊക്കെ കടന്നു ചെല്ലുന്ന സമയത്ത് നമ്മളത് നടപ്പിലാക്കേണ്ടത്.